മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 12ാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ജീവിച്ചാലാണ് ഒരു രാജാവ് എപ്പോഴും സുഖിയായിരിക്കുക എന്നാണ് യുധിഷ്ഠിര മഹാരാജാവ് പിന്നീട് ചോദിച്ചത്. അതിന് മറുപടി പറയുകയാണ് പിതാമഹൻ. യുധിഷ്ഠിര, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ചോദ്യമാണ് അങ്ങിപ്പോൾ ചോദിച്ചത്. അവശ്യം ചിന്തിക്കേണ്ട സംഗതിയാണ്. ഒരിക്കലും അലസനാകാതെ എപ്പോഴും ബുദ്ധിപൂർവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഒരു രാജാവ് എപ്പോഴും സുഖിയായി തീരുന്നത്. ആലസ്യവും അശ്രദ്ധയും അവിവേകവുമാണ് പ്രായേണ എല്ലാവിധ ദുഃഖങ്ങൾക്കും മുഖ്യഹേതു. അവയൊരിക്കലും ഒരു രാജാവിനെ തീണ്ടാനിട വരരുത്. ബുദ്ധിമാനും ശ്രദ്ധാലുവും ഉത്സാഹിയുമായിരിക്കണം രാജാവ്. അങ്ങനെയുള്ള ക്ഷത്രിയന് എപ്പോഴും ദുഃഖമുണ്ടാവാൻ കാരണമില്ല. ഒരൊട്ടകത്തിന്റെ കഥ പറയാം, കേട്ടോളൂ. അതുപോലെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. പണ്ടൊരിക്കൽ ഒരൊട്ടകം വളരെ കഠിനമായി തപസ് ചെയ്തു. തപസ്സിന്റെ കാഠിന്യം കൊണ്ട് കുറെ കാലം കഴിഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ സന്തോഷിച്ച് പ്രത്യക്ഷപ്പെട്ട് ഒട്ടകത്തിന് ദർശനം കൊടുത്തു. എന്താണ് വരം വേണ്ടതെന്ന് ചോദിക്കുകയും ചെയ്തു. ഒട്ടകം വളരെയൊക്കെ ആലോചിച്ച് തന്റെ കഴുത്തിന് ധാരാളം നീളമുണ്ടാവണമെന്നും വളരെ ദൂരം സഞ്ചരിക്കാനുള്ള കഴിവുണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു. ബ്രഹ്മദേവൻ അത് പ്രകാരം അനുഗ്രഹിച്ച് അന്തർധാനം ചെയ്തു. ധാരാളം സഞ്ചരിക്കാൻ കഴിവുണ്ടായ സ്ഥിതിക്ക് എവിടെയെങ്കിലുമൊക്കെ ചുറ്റി നടന്ന് ആഹാരം സമ്പാദിക്കുകയല്ലേ വേണ്ടത്. പക്ഷെ അതൊന്നും ചെയ്യാതെ അലസനായി ഒരിടത്ത് കിടന്നു. തനിക്കിഷ്ടം പോലെ എത്ര ദൂരം നടക്കാനും കഴിവുണ്ടല്ലോ, അതിനാൽ എപ്പോൾ വേണമെങ്കിലും പോകാമല്ലോ എന്ന് കരുതി എവിടെയും പോകാതെ ഒരിടത്ത് കിടന്നു. അങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കരമായൊരു കൊടുങ്കാറ്റ് വന്നു. അത് സഹിക്കാൻ കഴിയാതെ ഒട്ടകം ഓടി കാട്ടിലൊരു ഗുഹയിലേക്ക് ഇറങ്ങി. ശരീരവും കഴുത്തും കൂടി ഗുഹയിൽ ഒതുങ്ങില്ലെന്ന് കണ്ടപ്പോൾ പുറത്തുനിന്ന് തല മാത്രം ഗുഹയ്ക്കുള്ളിലാക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ കഠിനമായ മഴയും പെയ്യാൻ തുടങ്ങി. കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങിങ്ങ് ഓടുന്ന കൂട്ടത്തിൽ 2 കുറുക്കന്മാർ നനഞ്ഞു കുളിച്ചുകൊണ്ട് ഒട്ടകം നിൽക്കുന്ന ഗുഹയിലേക്ക് കയറി വന്നു. ഒട്ടകത്തിന്റെ ശരീരം പുറത്തും കഴുത്തുമാത്രം അകത്തുമാണെന്ന് മനസ്സിലാക്കിയ കുറുക്കന്മാർ താമസിക്കാതെ കഴുത്തിന് കടിച്ചു മുറിക്കാൻ തുടങ്ങി. ഒട്ടകത്തിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കഴുത്തവർ മുറിച്ചെടുക്കുകയും ചെയ്തു. സ്വയംകൃതമായ അനർത്ഥത്തിന്റെ ഫലമാണ് ആ ഒട്ടകം അനുഭവിച്ചത്. അങ്ങനെ ആവാതിരിക്കണം രാജാക്കന്മാർ. അതിനാണ് എപ്പോഴും ബുദ്ധിപൂർവം ജീവിക്കണമെന്നും ഒരിക്കലും അലസനായിട്ടിരിക്കരുതെന്നും പറഞ്ഞത്. ഇങ്ങനെ രാജധർമ്മത്തെക്കുറിച്ച് അനേകമനേകം ചോദ്യങ്ങൾ ചോദിച്ചു യുധിഷ്ഠിര മഹാരാജാവ്. ഭീഷ്മാചാര്യൻ അവയ്ക്ക് ഉചിതമായ മറുപടികളൊക്കെ പറഞ്ഞ് യുധിഷ്ഠിരനെ തൃപ്തനാക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ആപദ്ധർമ്മങ്ങളെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി യുധിഷ്ഠിരൻ. അവയ്ക്കൊക്കെ തക്കതായ മറുപടി പറഞ്ഞ് കുന്തിപുത്രനെ തൃപ്തനാക്കി ഗാംഗേയൻ. അനന്തരം ഏറ്റവും ഗഹനവും അത്യന്ത വിശാലവുമായ മോക്ഷധർമ്മത്തെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി യുധിഷ്ഠിര മഹാരാജാവ്. അതിന് മറുപടി പറയാൻ തുടങ്ങി പിതാമഹൻ. മനഃശുദ്ധിയും വൈരാഗ്യവുമില്ലാത്തവർക്ക് മോക്ഷധർമ്മത്തെ അറിയാനോ അറിഞ്ഞാലും പ്രായോഗികമാക്കി തീർക്കാനോ സാധിക്കില്ല. ധർമ്മ ആചരണവും അധർമ്മ നിവൃത്തിയുമാണ് മനഃശുദ്ധിക്ക് ഹേതു. അവരവരുടെ വർണ്ണാശ്രമങ്ങൾക്ക് അനുരൂപമായ ധർമ്മങ്ങളെ ആചരിക്കുകയും വിരുദ്ധങ്ങളായ അധർമ്മങ്ങളിൽ നിന്ന് എല്ലാ കരണങ്ങളും എപ്പോഴും നിവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വന്നാൽ തന്നെ കാലം കൊണ്ട് അന്ധകരണം പവിത്രമായി തീരും. അന്ധകരണം പവിത്രമായാൽ മാത്രമേ അറിയേണ്ടതിനെക്കുറിച്ച് ചിന്തിക്കാനോ അറിയാനോ കഴിയൂ. ഓരോരുത്തരും അവരവരുടെ സംസ്കാരത്തിനനുസരിച്ചാണ് ഈ ലോകത്തെ വീക്ഷിക്കുന്നത്. അപൂർണമാണ് എല്ലാവരുടെയും സംസ്കാരം എന്നതിനാൽ ആരും ലോകത്തെ പൂർണ്ണമായി അറിയുന്നില്ല. ഓരോരുത്തരും ഓരോ അംശത്തെ മാത്രം അവരവരുടെ വീക്ഷണത്തിനനുസരിച്ച് കാണുന്നു. അഭിമതങ്ങളും പല പ്രകാരത്തിലാണ്. വിഭിന്ന അഭിപ്രായക്കാരും വിഭിന്ന ആവശ്യങ്ങളോട് കൂടിയവരുമാണ് മനുഷ്യരെല്ലാം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമോ അഭിമതമോ ആയ കാര്യം സംഭവിക്കാൻ വിഷമം തന്നെ. കൂടാതെ ഓരോരുത്തരുടെയും അനുഭവയോഗ്യത അല്ലെങ്കിൽ പ്രാരാബ്ധവും വിഭിന്നവും വിചിത്രവുമാണ്.
അതിനാൽ മിക്കപ്പോഴും മിക്ക പേർക്കും അനിഷ്ടങ്ങളും നിരാശയുമാണ് ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്നത്. ഈ പരമാർത്ഥത്തെ അറിഞ്ഞ് വിവേകിയായ മനുഷ്യൻ പ്രപഞ്ചത്തിൽ വൈരാഗ്യത്തെ വളർത്തണം. വൈരാഗ്യം കൊണ്ടല്ലാതെ ആർക്കും സംസാരത്തെ വിടാൻ സാധിക്കില്ല. ദുഃഖഭൂയിഷ്ടമായ സംസാരത്തെ വിട്ടല്ലാതെ ആർക്കും സുഖാനുഭൂതി ഉണ്ടാകാനും പോകുന്നില്ല. അമ്മ, അച്ഛൻ, സഹോദരന്മാർ, ബന്ധുക്കൾ തുടങ്ങിയവരിൽ ആലോചനയില്ലാതെ സ്നേഹബന്ധത്തെയും മമതയെയും വളർത്തുന്നത് കൊണ്ടാണ് അവരുടെ വിയോഗത്താൽ ദുഃഖിക്കാനിടവരുന്നത്. എല്ലാവരും ഈ ലോകത്തേക്ക് വന്നവരും ഇവിടെ നിന്ന് പോവേണ്ടവരുമാണ്. വരുന്നതിന് മുമ്പോ പോയതിനു ശേഷമോ ആർക്കും തമ്മിൽ ഏതൊരു ബന്ധവുമില്ല താനും. വഴിയമ്പലത്തിൽ വഴിപോക്കരൊന്നിച്ച് കൂടിച്ചേർന്ന് രാത്രി കഴിച്ചുകൂട്ടും പോലെയാണ് ഇവിടുത്തെ കുടുംബബന്ധങ്ങൾ. നേരം പ്രഭാതമായാൽ വഴിപോക്കരൊക്കെ പിരിഞ്ഞു പോകും. അതുപോലെ മരണത്തോടെ കുടുംബങ്ങളുമൊക്കെ പിരിഞ്ഞു പോകും. മമതാബന്ധങ്ങളൊക്കെ താൽക്കാലികമായി മനസ്സുകൊണ്ടുണ്ടാക്കുന്നവയാണ്. മൂഢനായ ഒരാൾക്ക് അവയെല്ലാം ദുഃഖഹേതുക്കളാണ്. അതിനാൽ വിവേകിയായ മനുഷ്യൻ അങ്ങനെയുള്ള ബന്ധങ്ങളെ വളർത്താതിരിക്കേണ്ടതാണ്. മനസ്സിന്റെ രാഗം, ദ്വേഷം, ഭയം, വ്യസനം, ക്രോധം തുടങ്ങിയ വൃത്തികളാണ് എല്ലാ മനുഷ്യരെയും എപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവ അടങ്ങാതിരിക്കും കാലത്തോളം ആർക്കും സ്വൈര്യമോ സമാധാനമോ ശാന്തിയോ കിട്ടാൻ വയ്യ. അതുകൊണ്ട് അവയെ അടക്കുക തന്നെ വേണം. ശരിയായ ധർമാചരണം, പ്രപഞ്ചത്തിൽ വൈരാഗ്യം, ഈശ്വരങ്കൽ ഭക്തി തുടങ്ങിയ ഗുണങ്ങളുണ്ടായാൽ കാലം കൊണ്ട് മനസ്സ് ശുദ്ധമാകുകയും അപ്പോൾ പറയപ്പെട്ട വൃത്തികളടങ്ങി തൃപ്തിയും മനസ്സമാധാനവും ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ മനസ്സിൽ വിഷയങ്ങളെക്കുറിച്ച് ബലമായ ആഗ്രഹം നിലവിലുണ്ടെങ്കിൽ അത് നീങ്ങിയല്ലാതെ ആർക്കും ചിത്തശുദ്ധിയോ സമാധാനമോ കിട്ടാൻ പോകുന്നില്ല. ആശയാണ് ജീവനെ ഏറ്റവും അധികം വലയ്ക്കുന്ന ശത്രുവെന്ന് പറയണം. ആശകളെല്ലാം നീങ്ങിയാൽ തന്നെ ജീവന് സമാധാനവും ശുദ്ധിയും കിട്ടും. അതിനുദാഹരണമാണ് പിങ്കള എന്ന വേശ്യാസ്ത്രീയുടെ ഇതിഹാസം. ആശയാണ് ദുഃഖഹേതുവെന്നറിഞ്ഞ് അതിനെ അകറ്റിയതോടെ അവൾക്ക് സമാധാനം കിട്ടി. അങ്ങനെ ചെയ്യാതിരുന്നിടത്തോളം കാലം ദുഃഖതപ്തയായിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അത് തന്നെയാണ് എല്ലാവരുടെയും അനുഭവം. എന്താണ് ജീവിതത്തിലെ പരമമായ ശ്രേയസ്സെന്ന് അന്വേഷിച്ചുകൊണ്ട് പലരും പലതും ചെയ്യാറുണ്ട്. വേദം പഠിക്കലും ബ്രഹ്മചര്യവും അഗ്നിഹോത്രവും ഗാർഹസ്ഥ്യവും തപസ്സും ധനസമ്പാദനവും വിദ്യത്വവുമെല്ലാം ശ്രേയസ്കരങ്ങൾ തന്നെ. എന്നാൽ ജരയാൽ ആവൃതരും അന്തകനാൽ അനുഗമ്യരുമാണ് എല്ലാ മനുഷ്യരുമെന്നുള്ളിടത്തോളം കാലം അതുകൊണ്ടൊക്കെ എന്ത് കൃതാർത്ഥതയാണ് കിട്ടാൻ പോകുന്നത്? വിദ്വാൻമാരെയും സമ്പന്നന്മാരെയും തപസ്സികളെയും രാജാക്കന്മാരെയും യോദ്ധാക്കന്മാരെയുമെല്ലാം മൃത്യു അനുഗമിച്ചു കൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് മൃത്യുദേവതയുടെ ആക്രമണം നടക്കുന്നതെന്നറിഞ്ഞുകൂടാ. ആ സ്ഥിതിക്ക് മൃത്യുവശകന്മാരായ ജീവികൾക്ക് അതിനെ ജയിച്ചല്ലാതെ എന്ത് ശ്രേയസ്സാണുണ്ടാകാൻ പോകുന്നത്? മൃത്യുവും അമൃത്യുവും രണ്ടും തന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. അമൃതത്വത്തെ വളർത്തി അഥവാ വികസിപ്പിച്ച് മൃത്യുവിനെ ജയിക്കൽ തന്നെ പരമമായ ശ്രേയസ്. അത് സാധിക്കാതിരിക്കും കാലത്തോളം എല്ലാവരും തപ്തരും നിരാശന്മാരും തന്നെ. തന്റെ തന്നെ ഹൃദയഗുഹയിൽ മറഞ്ഞിരിക്കുന്ന ആത്മസ്വരൂപമാകുന്ന അമൃതത്വത്തെ സാക്ഷാത്കരിച്ച് അതായിത്തീരുമ്പോൾ എല്ലാവരും കൃതാർത്ഥരും ചാരിതാർത്ഥരുമാവും. അതിനാൽ അപ്രകാരമുള്ള ആത്മാനുഭൂതി അല്ലെങ്കിൽ ജീവൻ മുക്തി തന്നെ ജീവിതത്തിലെ പരമമായ ശ്രേയസ്. അതിനെ സമ്പാദിക്കാനാണ് പ്രയത്നിക്കേണ്ടത്. സത്യധർമ്മങ്ങളെ വിടാതെയും അസത്യത്തെയും അധർമ്മത്തെയും സ്പർശിക്കാതെയും ജീവിക്കുന്ന ഒരാൾക്ക് അത് സാധിക്കുക തന്നെ ചെയ്യും. ധനവാനാണ് ഈ ലോകത്തിൽ സുഖിയും സ്വതന്ത്രനുമായിട്ടിരിക്കുന്നതെന്ന് ധരിക്കാറുണ്ട് ചിലർ. തങ്ങൾ ധനവാന്മാരായില്ലല്ലോ എന്ന് അവർ പരിതപിക്കാറുമുണ്ട്. കേവലം മൂഢത തന്നെയാണ് ഇങ്ങനെയുള്ള ധാരണയെന്ന് പറയണം. ഈ ലോകത്തിൽ മനുഷ്യ സമുദായം ഉണ്ടായപ്പോൾ തുടങ്ങിയിട്ടുണ്ട് സുഖങ്ങളും ദുഃഖങ്ങളും. ധനവാനെന്നോ ദരിദ്രനെന്നോ അതിൽ ഭേദമൊന്നുമില്ല. ധനവാന്മാർ പലപ്പോഴും ദുഃഖിക്കാറുണ്ട്, ദരിദ്രന്മാർ പലപ്പോഴും സുഖിക്കുകയും പതിവുണ്ട്. താരതമ്യ വിവേചനം ചെയ്യുന്നുവെങ്കിൽ ധനവാനേക്കാൾ കൂടുതൽ സുഖവും സ്വാതന്ത്ര്യവും ദരിദ്രനാണെന്ന് പറയുകയും വേണം. ഭയവും സംശയവും എപ്പോഴും ധനവാനെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കും. രാത്രിയിൽ നിർഭയനായി സ്വൈര്യമായി ഉറങ്ങാൻ പോലും
മിക്കപ്പോഴും ധനവാന് സാധിക്കാറില്ല. കൂടാതെ അഭിമാനം അയാളെ വീർപ്പുമുട്ടിക്കും. ജനമധ്യത്തിൽ ഒന്നായി കൂടിച്ചേരാൻ കഴിയാതെ താനൊരു പ്രത്യേക ആളാണെന്ന നിലയിൽ അയാൾ ഒറ്റപ്പെട്ടു നിൽക്കും. ഇങ്ങനെ അനേകം അസ്വാസ്ഥ്യങ്ങൾ ധനവാനെ കുഴക്കിക്കൊണ്ടിരിക്കും. കൂടാതെ നല്ല കാര്യങ്ങളെ ചെയ്യാനോ പുണ്യം നേടാനോ മിക്കപ്പോഴും സാധിക്കുകയുമില്ല. ഈ വക കുഴപ്പങ്ങളൊന്നും ദരിദ്രനില്ല. ഈശ്വരഭജനവും തത്വവിചാരവും ചെയ്യാനും സജ്ജനങ്ങളുമായി സമ്പർക്കം ചെയ്യാനും ദരിദ്രനോളം സൗകര്യം ഒരിക്കലും ഒരു ധനവാനുണ്ടാവാനില്ല. എല്ലാവരിലും എല്ലാറ്റിലും തുല്യഭാവം, സാഹസപ്പെടാതിരിക്കുക, സത്യത്തെ പാലിക്കുക, വൈരാഗ്യത്തെയും നിസ്സംഗതയെയും വളർത്തുക, ലോഭത്തെ അകറ്റുക എന്നീ 5 ധർമ്മങ്ങൾ ആരിലാണോ എപ്പോഴുമുള്ളത് അവൻ പ്രായേണ സുഖിയായിരിക്കും. ധനാദി വസ്തുക്കളിലുള്ള ലോഭമല്ല, ത്യാഗമാണ് ഒരാളെ സുഖിയായി തീർക്കുന്നത്. അതുപോലെ വിഷയങ്ങളോടുള്ള ആശയല്ല, നിസ്സംഗതയും വൈരാഗ്യവുമാണ് സംതൃപ്തിക്ക് ഹേതു. ധനലോഭം കൊണ്ടും വിഷയ ആഗ്രഹങ്ങളെ കൊണ്ടും പലരും പലതും ചെയ്യാറുണ്ട്. എന്നാൽ അവയൊക്കെ ഓരോ പ്രകാരത്തിലുള്ള ദുഃഖത്തിനും ക്ലേശത്തിനും മാത്രമേ കാരണമായി തീരാറുള്ളൂ. പൗരുഷം കൊണ്ട് മാത്രം ഒരാൾക്ക് ഒരനുഭവവും ഉണ്ടാകുന്നില്ല. ദൈവം കൂടി അനുകൂലമായിരിക്കണം. ദൈവാനുകൂലമുള്ള കാര്യങ്ങളിൽ മാത്രമേ പുരുഷന് പൂർണ്ണമായ വിജയം ഉണ്ടാവാറുള്ളൂ. കേവലം ദൈവാനുകൂലമില്ലാത്ത കാര്യങ്ങളിൽ ചെയ്യപ്പെടുന്ന പ്രയത്നം ക്ലേശകാരണം മാത്രമേ ആവാറുള്ളൂ. അതിനാൽ ധനലോഭം കൊണ്ട് വെറുതെ പ്രയത്നിച്ചിട്ട് പ്രയോജനമില്ല. പ്രാരാബ്ധ ഭുക്തിക്കാണ് ഓരോരുത്തരും ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്. പ്രാരാബ്ധ അനുഭവങ്ങളെല്ലാം ജീവിതത്തിൽ വന്നു ചേരും. അതല്ലാത്തവ പ്രയത്നിച്ചാലും വന്നു ചേരാനും വിഷമം. അതിനാൽ വന്നു ചേരുന്നതിൽ സംതൃപ്തിയും ഒന്നിലും ലോഭമില്ലായ്മയും നിസ്സംഗതയും വൈരാഗ്യവും വളർത്തുന്നത് സുഖഹേതുകമായിരിക്കും. അല്ലാതെ വെറുതെ സാഹസപ്പെട്ടതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ആഗ്രഹമാണ് മനുഷ്യനെ എപ്പോഴും കുഴക്കുന്നത്. ഒന്നിലും ആഗ്രഹമില്ലാതിരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ സുഖിയായി തീരുന്നത്. പിങ്കളയുടെ ഇതിഹാസം ഇതിനുദാഹരണവുമാണ്. അതുപോലെ വീടുണ്ടാക്കലും കുടുംബത്തെ വളർത്തലും കൃഷി ചെയ്യലുമെല്ലാം മുമുക്ഷുവായ ഒരാൾക്ക് അത്യന്ത ദുഃഖകാരണം തന്നെയാണ്. സർപ്പങ്ങൾ താമസിക്കാറുണ്ട്, വീടുണ്ടാക്കിയിട്ടല്ല, ആരെങ്കിലും ഉണ്ടാക്കിയ മാളത്തിലാണ്. അതുപോലെ തപസ്സികളും ആഹാരം കഴിക്കാറുണ്ട്, കൃഷി ചെയ്തിട്ടല്ല. ഭിക്ഷ കൊണ്ട് തൃപ്തിപ്പെടുന്നു തപസ്സികൾ. മുമുക്ഷുക്കളും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഗ്രന്ഥപാരായണം തത്വഗ്രഹണത്തിനായിരിക്കണം. വണ്ട് പുഷ്പങ്ങളിൽ നിന്ന് തേനെടുക്കുന്നത് പോലെ തത്വങ്ങളെ മാത്രം ഗ്രഹിക്കണം. ശരമുണ്ടാക്കുന്ന കൊല്ലൻ എങ്ങനെ മറ്റൊന്നും അറിയാത്ത നിലയിൽ മനസ്സിനെ ഏകാഗ്രമാക്കുന്നുവോ അതുപോലെ മനസ്സ് ഏകാഗ്രമാക്കി വയ്ക്കണം. ലക്ഷ്യവസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഓർമ്മിക്കാൻ തന്നെ ഇടയാകരുത്. അതുപോലെ മുമുക്ഷുക്കൾ മറ്റാരോടും കൂട്ടുകൂടാതെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയോ ജീവിക്കുകയോ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവർക്ക് ദുഃഖവും പ്രതിബന്ധങ്ങളും കുറയും. ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നന്ദി.